അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, ഇതിൽ ഈ ചർച്ചയുടെ തന്നെ ഒരു നറേറ്റീവ് ആദ്യം തന്നെ പറഞ്ഞു പോകേണ്ടതുണ്ട്. അതായത് ഈ ചർച്ച തീരുമാനിക്കുമ്പോൾ ഇവിടെ മാധ്യമങ്ങൾ ഒന്നടങ്കം പറഞ്ഞത് പ്രതിപക്ഷത്തിൻ്റെ കടുത്ത സമ്മർദ്ദത്തിന് ഭരണപക്ഷം വഴങ്ങിയിരിക്കുന്നു, കേന്ദ്ര സർക്കാർ വഴങ്ങിയിരിക്കുന്നു, പ്രധാനമന്ത്രിയടക്കം ഈ ചർച്ചയിൽ പങ്കെടുക്കും. അങ്ങനെ ഈ ചർച്ച എന്ന് പറയുന്നത്, ഭരണഘടനാ ചർച്ച എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിൻ്റെ സമ്മർദ്ദ ഫലമായി ഉണ്ടായി എന്നാണ് ഒരു നറേറ്റീവ് ഇതിനോടകം വന്നത്. എന്താണ് യാഥാർത്ഥ്യം? ഈ പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളനം നവംബർ മാസത്തിൽ ആരംഭിച്ചിട്ട് ആദ്യത്തെ ഏതാണ്ട് 6 ദിവസം അവിടെ കാര്യമായ നടപടികളൊന്നും നടന്നില്ല. ചോദ്യോത്തര വേള വരെ തടസ്സപ്പെട്ടു. എന്താ കാരണം? അഡാനി ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിനെതിരെയോ ഗൗതം അഡാനിക്കെതിരെയോ അമേരിക്കയിൽ എന്തോ ചില നിയമ നടപടികൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ പാർലമെൻറ്റിൽ കോൺഗ്രസ് ബഹളം വെച്ചു. മറ്റ് പ്രതിപക്ഷ പാർട്ടികളൊന്നും ബഹളം ഉണ്ടാക്കിയിട്ടില്ല. കോൺഗ്രസ് രാവിലെ തന്നെ പാർലമെൻറ്റ് തുടങ്ങിയപ്പോൾ 6 ദിവസം വലിയ ബഹളമായിരുന്നു. ഈ ബഹളം ഇങ്ങനെ നീണ്ടുപോയപ്പോൾ പ്രതിപക്ഷത്തെ പാർട്ടികൾക്ക്, പ്രത്യേകിച്ച് സമാജ്വാദി പാർട്ടിക്ക്, തൃണമൂൽ കോൺഗ്രസിനൊക്കെ നീരസമുണ്ടായി. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാർലമെൻറ്റിൽ പല പ്രശ്നങ്ങളും ഉന്നയിക്കാനുണ്ട്. അവരുടെ സംസ്ഥാനത്തിൻ്റെ പ്രശ്നങ്ങൾ, അവരുടെ എംപിമാരുടെ നിയോജക മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഉന്നയിക്കണം. അതൊക്കെ ഉന്നയിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവരണം. അതിനാണല്ലോ ഈ പാർലമെൻറ്റിലെ ചോദ്യോത്തര വേളയും 0 അവറും ഒക്കെ. അപ്പോൾ ആ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാൻ സാധിക്കാതെ കോൺഗ്രസിൻ്റെ ഏകപക്ഷീയമായ നിലപാട് കാരണം അഡാനി എന്ന് പറഞ്ഞ് രാവിലെ തന്നെ ബഹളം തുടങ്ങുന്നു. ബഹളം സഹിക്കവയ്യാതെ ആകുമ്പോൾ പ്രധാനമന്ത്രി, നമ്മുടെ സ്പീക്കറും അതുപോലെ തന്നെ രാജ്യസഭയിലെ ചെയർമാനോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി ചെയർമാനോ ആരാണെങ്കിൽ അവർ സഭ നിർത്തിവെക്കുന്നു പിറ്റേ ദിവസത്തേക്ക്. ഇതിങ്ങനെ തുടർന്നൊരു 6 ദിവസമായപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമായപ്പോൾ സ്പീക്കർ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഒരാവശ്യം ഉന്നയിച്ചു. അതാരാണ് ഉന്നയിച്ചത് നമുക്കറിയില്ല, പ്രതിപക്ഷമായിരിക്കാം. ഭരണഘടനയുടെ വാർഷികമാണ്. അതിൻ്റെ ഭരണഘടന നിലവിൽ വന്നത് 1950-ലാണ്. അപ്പോൾ അത് ഇപ്പോൾ അതിൻ്റെ 75-ാം വാർഷികം വരുന്നു. അപ്പോൾ ആ ഭരണഘടനയെ സംബന്ധിച്ച് ഒരു ചർച്ച വേണം എന്ന് പറഞ്ഞു. സർക്കാരിന് എന്താ വിരോധം? സർക്കാരിന് ഭരണഘടന ചർച്ച ചെയ്യാൻ എന്താ വിഷമം? അല്ലെങ്കിൽ BJPക്ക് എന്താ വിഷമം? അങ്ങനെ അത് അംഗീകരിച്ച് പാർലമെൻറ്റിലെ ബഹളം അവസാനിപ്പിച്ചു. പക്ഷേ അഡാനി വിഷയവും സോറോസ് വിഷയവും ഇപ്പോഴും തുടരുകയാണ്. അഡാനിയുടെ പേരിൽ പാർലമെൻറ്റിന് പുറത്ത് ഇപ്പോൾ കോൺഗ്രസ്സുകാർ ബഹളം വയ്ക്കുന്നുണ്ട്. പക്ഷേ പാർലമെൻറ്റിൻ്റെ അകത്തും പുറത്തും BJP ജോർജ് സോറോസിൻ്റെ, ഹിൻഡർബർഗിൻ്റെ ഒക്കെ വിഷയം BJP ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് ചില്ലറ ബഹളങ്ങളൊക്കെ ഇപ്പോഴും തുടരുന്നുണ്ട്. പക്ഷേ ഈ ചർച്ച പാർലമെൻറ്റിൽ ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ലോക്സഭയിലെ ചർച്ച നന്നായി എന്നാണ് പൊതുവെ എല്ലാവരുടെ അഭിപ്രായം. കാരണം ഇത് ഈ കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു പോംവഴി മുന്നോട്ട് വെച്ചതാണ്. അവർ വിചാരിച്ചത് BJP ഇതിനെ എതിർക്കുമെന്നാണ്. BJPക്ക് യാതൊരു എതിർപ്പുമില്ല എന്ന് മാത്രമല്ല, BJP ഉള്ളിൽ ചിരിക്കുകയാണ്. ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു BJPക്കാർ ഉള്ളിൽ ചിരിക്കുകയാണ്. അവർക്ക് ഇതൊരു സുവർണാവസരമാണ്. എന്താ കാരണം? ഭരണഘടന ചർച്ച ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഭരണഘടനയുടെ ആദ്യത്തെ ഭേദഗതി, അതായത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, നമ്മൾക്ക് പത്രസ്വാതന്ത്ര്യത്തിനും മറ്റ് അഭിപ്രായം പ്രകടിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യത്തിനുമൊക്കെ കൂച്ചുവിലങ്ങിടുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഗവൺമെൻറ് 2 മാധ്യമ സ്ഥാപനങ്ങൾ, ചെന്നൈയിലെ ക്രോസ് റോഡ്സും ഓർഗനൈസറും, ഇവർ 2 പേരും അവർക്കെതിരെ ഉണ്ടായ നടപടി സുപ്രീം കോടതി പോയി റദ്ദാക്കിയപ്പോൾ ഒരു ഭേദഗതി കൊണ്ടുവന്ന് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ കൂച്ചുവിലങ്ങിട്ട ആദ്യത്തെ ഭരണഘടനാ ഭേദഗതി മുതൽ ചർച്ച തുടങ്ങും. ആ ചർച്ച അടിയന്തരാവസ്ഥയിലെത്തും. 39-ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പൊറാട്ട് നാടകം ചർച്ച ചെയ്യപ്പെടും. 42-ാം ഭരണഘടനാ ഭേദഗതി ചർച്ച ചെയ്യപ്പെടും. അടിയന്തരാവസ്ഥ ചർച്ച ചെയ്യപ്പെടും. അതോടൊപ്പം BJPയും 2 തവണ ഭരണഘടന ഈ സർക്കാർ ഭേദഗതി ചെയ്തിട്ടുണ്ട്. അതൊന്ന് പിന്നാക്ക ജാതി കമ്മീഷന് ഭരണഘടനാ പദവി കൊടുക്കാനുള്ള ഭേദഗതിയാണ്. മറ്റൊന്ന് 10% സാമ്പത്തിക സംവരണം ഈ നിലവിൽ സംവരണം ലഭിക്കാത്ത ആളുകൾക്ക് കൊടുക്കാനുള്ള ഭേദഗതിയാണ്. അത് രണ്ടും ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് ഐകകണ്ഠേന അംഗീകരിച്ചു. കേരളത്തിൽ പിണറായി സർക്കാരൊക്കെ നടപ്പിലാക്കി. അപ്പോൾ ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോൾ
BJP-കാർക്കും അതുപോലെ തന്നെ അടിയന്തരാവസ്ഥ എതിർത്ത ആളുകളാണ് സമാജ്വാദി പാർട്ടി. മുലായം സിംഗ് യാദവ് ജയിലിൽ കിടന്നതാണ് അടിയന്തരാവസ്ഥ കാലത്ത്. പിണറായി വിജയന്റെ കാല് തല്ലി ഒടിച്ചതാണ്, കൂത്തുപറമ്പ് MLA ആയിരുന്ന പിണറായി വിജയന്റെ കാല് തല്ലി ഒടിച്ചതാണ് പോലീസ്. ഇതൊക്കെ ചർച്ച ചെയ്യും. എന്താ ഉണ്ടാവുക? കോൺഗ്രസ് ഒറ്റപ്പെടും. കോൺഗ്രസിന്റെ കൂടെ മാക്സിമം പോയാൽ തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാവും. കാരണം അന്ന് അവർ കോൺഗ്രസിന്റെ ഭാഗമാണല്ലോ. ബാക്കി എല്ലാ പ്രതിപക്ഷത്തുള്ള പാർട്ടികൾ വരെ DMK സർക്കാരിനെ പിരിച്ചുവിട്ടതാണെന്ന്. അവരൊക്കെ ഇതിൽ കോൺഗ്രസിനെ സഹായിക്കാൻ വരാത്തൊരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഈ ചർച്ച അന്തിമമായി കോൺഗ്രസിന് ദോഷമുണ്ടാവും. പിന്നെ ഈ ചർച്ച ഇന്ന് കണ്ടവർക്ക് മനസ്സിലാക്കാം, ഹോംവർക്ക് മര്യാദയ്ക്ക് ചെയ്യാതെയാണ് കോൺഗ്രസ്സുകാർ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്. തൻ്റെ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്തിൻ്റെ പേര് പോലും കോൺഗ്രസ്സുകാർക്ക് അറിയില്ല. പിന്നെ ഇപ്പോൾ എന്താ ചെയ്യുക? അതുകൊണ്ട് ഈ ചർച്ച നടക്കട്ടെ, നല്ല രീതിയിൽ നടക്കട്ടെ. ഭരണഘടനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യട്ടെ. ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഭരണഘടനയ്ക്കെതിരെ ഉണ്ടായ അക്രമങ്ങൾ ചർച്ച ചെയ്യപ്പെടട്ടെ. ആ കാര്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കട്ടെ എന്നാണ് BJPക്ക് പറയാനുള്ളത്. യെസ്.